ഹലോ എവ്രി വൺ, വെൽക്കം ടു അവേമിയാസ് വേൾഡ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് അങ്കമാലി സ്പെഷ്യൽ മാങ്ങക്കറി ഉണ്ടാക്കണേന്നാട്ടോ നമ്മൾ നോക്കുന്നത്. അപ്പം ഇതുപോലത്തെ 3 മാങ്ങയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി ഞാൻ ഫീൽ ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ 3 ഇങ്ങനത്തെ മാങ്ങയാണ് എടുത്തേക്കുന്നത്. ഇതിന് അധികം പുളിയില്ല, ചെറിയ പുളിപ്പും ചെറിയ മധുരവും പോലത്തെ ഒരു സൈസ് പച്ചമാങ്ങയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ അങ്കമാലിക്കാർ മാങ്ങക്കറി ഉണ്ടാക്കുമ്പോൾ കട്ട് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇതിനൊന്ന് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നു. ഇങ്ങനെ ചരിച്ചാണ് നമ്മളൊന്ന്, തീരെ കനം കുറയാനും പാടില്ല, എന്നാൽ ചെറിയൊരു കട്ടി വേണം. ഈ ഒരു കട്ടിയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മാങ്ങക്കറിക്ക് മെയിനായിട്ട്, അങ്കമാലി സ്പെഷ്യൽ മാങ്ങക്കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് ഈ മാങ്ങ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഇതുപോലെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇവിടെ നല്ല വേപ്പിലിട്ട് കൊടുക്കുക. നല്ല ഉപ്പ്. ഇനി ഇതുപോലെ നന്നായിട്ട് തിരുമ്മി നമ്മൾ മാറ്റി വയ്ക്കണം. മധുരം ഉള്ളത് കൊണ്ട് തന്നെ, ചെറിയ മധുരം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ചൊറുക്കും കൂടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ച് പുളി നമുക്ക് കിട്ടിക്കോളും. എന്നിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ ആ പുളിയൊക്കെ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഉപ്പും ഇത് പിടിച്ച് വരട്ടെ. ഒരു 15 മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും നമുക്ക് അടുത്ത കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. അപ്പോൾ ആ സെയിം ചട്ടിയിൽ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, സവാള, ആവശ്യത്തിന് സവാള ഇത്ര ഇടാം നമുക്ക്, കാരണം കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് മധുരം ഫീൽ ചെയ്യും. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ നല്ല വേപ്പില ഇതുപോലെ ഇട്ട് കൊടുക്കുക. കുറച്ച് നല്ല കല്ലുപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതി, കാരണം മറ്റതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് നല്ല, ഞാനിതിൽ ഹിമാലയൻ റോക്ക് സോൾട്ടാണ്, നല്ല കല്ലുപ്പാണ് നമ്മളിലേക്ക് ആഡ് ചെയ്യേണ്ടത് കേട്ടോ. അതുകൊണ്ട് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി, കാരണം കൂടുതലായാലും കൊള്ളില്ല. പിന്നെ 1 സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. ഇതുപോലെ നല്ല രീതിയിൽ നമ്മളിങ്ങനെ ശരിക്കും നല്ല രീതിയിൽ ഒരു 10 മിനിറ്റ്സ് അവിടെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ അതിലൂടെ നമുക്ക് ഇതിൻ്റെ ഫ്ലേവേഴ്സ് മനസ്സിലാവും കൃത്യമായിട്ട്. കുറച്ച് പ്രാവശ്യം ഉണ്ടാക്കി നോക്കുന്നവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ മാങ്ങക്കറിയുടെ ഒരു ഫ്ലേവർ. ഇത് നന്നായിട്ട് നമ്മൾ നല്ല രീതിയിൽ ഉടച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഉടച്ചെടുത്തു. ഈ നല്ലൊരു മാങ്ങക്കറി സ്മെല്ല് ഇപ്പം തന്നെയായി നന്നായിട്ട് ഉടച്ചെടുത്തപ്പം നമുക്കിനി ആ മാങ്ങ, നേരത്തെ നമ്മൾ എടുത്തു വെച്ച മാങ്ങ ഇടാം. ഇതിൻ്റെ കൂടെ ഒന്ന് ആക്കി കൊടുക്കുക. ഇതിലേക്ക് ആ 2ാം പാല് ഞാനിങ്ങനെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ തന്നെ ഇവിടെ ഒരു നല്ല സ്മെല്ലായിട്ടോ. ഇനി നമുക്കിത് ഒന്ന് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളച്ച് വന്നു. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 1ാം പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തിളയ്ക്കാൻ നിൽക്കരുത്, സ്റ്റവ് ഓഫ് ചെയ്യണം. കടുക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക്, സവാള ഇട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു പൊടിക്ക് മുളക് പൊടി ഇടാം, ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് മാത്രം. നമ്മളിനി ഈ കാച്ചി ഒഴിച്ചത് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതാണ് പെർഫെക്റ്റ്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കണം. നമുക്കിനി ഒന്ന് മൂടി വയ്ക്കാം. ഈ മാങ്ങക്കറിയുടെ ഒരു ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാട്ടോ അമ്മു. അമ്മു ഈ മാങ്ങക്കറി ഉണ്ടായ ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ്. ഇത് ടേസ്റ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അമ്മുൻ്റെ ജെന്യൂൻ ഒപ്പീനിയൻ പറയട്ടെ, എങ്ങനെയുണ്ടെന്ന് പറയുന്നേ. കഴിച്ചു നോക്ക്. ഇഷ്ടമായോ? എന്തായാലും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കണേ. നല്ല അടിപൊളി കറിയാണിത്.